ബഹുമാനപ്പെട്ട പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ മറ്റ് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ബഷീർ അലി ശിഹാബ് തങ്ങളുണ്ട്, അബ്ബാസ് അലി ശിഹാബ് തങ്ങളുണ്ട്, ബഷീർ അലി ശിഹാബ് തങ്ങളുണ്ട്. പിന്നെ ഉമർ അലി ശിഹാബ് തങ്ങൾ കേരളത്തിലില്ല. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബീഹാർ സംസ്ഥാനത്തിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ യോഗം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ വിലയിരുത്തി. പാണക്കാട് കുടുംബത്തിലെ മറ്റു പ്രതിനിധികളും ഈ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഇക്കാര്യത്തിൽ തുടർന്നുള്ള നടപടികളുടെ അന്തിമ തീരുമാനം ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനിച്ച് പ്രഖ്യാപിക്കും. എന്ത് അന്തിമ തീരുമാനം ചെയ്യണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് ഓഫീസിൽ പ്രകോപനപരമായി പെരുമാറിയ പുതിയകടവ് റാഫി എന്നയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് പത്രസമ്മേളനത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇന്ന് ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം വിലയിരുത്തി. പാണക്കാട് കുടുംബത്തിലെ മറ്റ് പ്രതിനിധികളും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ബഹുമാനപ്പെട്ട മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന പ്രവർത്തനം തെറ്റായിരുന്നു എന്ന് യോഗം വിലയിരുത്തി. ഇക്കാര്യത്തിൽ തുടർന്ന് എന്ത് അന്തിമ തീരുമാനം എടുക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനിക്കും. മറ്റ് എന്താ വായിച്ചില്ല. മുസ്ലിം ലീഗ് ഓഫീസിൽ പ്രകോപനപരമായി പെരുമാറിയ പുതിയകടവ് റാഫിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുവാനും ഈ യോഗം തീരുമാനിച്ചു. മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് തീരുമാനങ്ങളാണ് ഉന്നതാധികാര സമിതി ഐക്യകണ്ഠേന പാണക്കാട് കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുമായി ചേർന്നുകൊണ്ട് എടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഉന്നതാധികാര സമിതി ഞാനുണ്ടായ സംഭവങ്ങളെ വിലയിരുത്തുകയും അത് ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഉന്നതാധികാര സമിതി കുടുംബത്തിൻ്റെ അഭിപ്രായം ആരായുകയും ചെയ്തു. ആ വിഷയത്തിൽ പ്രാഥമികമായിട്ട് തന്നെ ഞങ്ങളുടെ കുടുംബം ആ കാര്യങ്ങൾ വിലയിരുത്തുകയും അന്ന് മെയിനായിട്ട് കോഴിക്കോട് ലീഗേഴ്സിൽ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് ഉചിതമായില്ല എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ വിലയിരുത്തൽ. ഒന്നാമത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം എന്നുള്ളത് ഇങ്ങനെ ഒറ്റക്കൊറ്റയ്ക്ക് അഭിപ്രായം പറയുന്ന ഒരു പാരമ്പര്യമല്ല പാണക്കാട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. ലീഗിൻ്റെ കാര്യങ്ങളായാലും ഈ മറ്റ് പൊതു സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലായാലും ഒറ്റക്കൊറ്റക്കല്ല, കൂട്ടായ ചർച്ചയിലെടുക്കുന്ന തീരുമാനം അത് കുടുംബത്തിൻ്റെ കാരണവരാണ്, ആ മുതിർന്ന ആളാണ് ആ തീരുമാനം പറയുക. നേരത്തെ എൻ്റെ പിതാവ് പൂക്കാറുണ്ട്, പിന്നെ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു, ഉമർ അലി ശിഹാബ് തങ്ങളുണ്ട്, പിന്നിപ്പോൾ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് കുടുംബത്തിൻ്റെ ആധികാരികമായിട്ട് ഏത് വിഷയത്തിലായാലും കുടുംബത്തിൻ്റെ ആധികാരികമായിട്ടുള്ള അഭിപ്രായം അത് പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പറയുന്നത്. ഇവിടെ അത് ലംഘിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ ഇത് മൊയ്ൻ അലിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി. മൊയ്ൻ അലി ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അത് കുടുംബം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ നടപടികളാണ്. കാരണം ഒരു പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് പക്ഷേ നടപടി പിന്നെ നമ്മുടെ ഉന്നതാധികാര സമിതി അതിവിടെ ആ കാര്യങ്ങളെക്കൊണ്ട് ചർച്ച ചെയ്തു. പക്ഷേ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സംസ്ഥാന പ്രസിഡന്റിന് ഇത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പിന്നെ കുടുംബത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ടാണ് ഉന്നതാധികാര സമിതി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത് ഹൈദരലി ശിഹാബ് തങ്ങളെ ബോധ്യപ്പെടുത്തി ഇതിന് ശേഷമായിരിക്കും അത് ഹൈദരലി തങ്ങൾ തന്നെ ആയിരിക്കും അത് പ്രഖ്യാപിക്കുക. ഈ കാര്യത്തിലുള്ള മുസ്ലിം ലീഗിൻ്റെ തീരുമാനം എന്താണ് എന്ന് ഹൈദരലി തങ്ങൾ തന്നെ ആയിരിക്കും പ്രഖ്യാപിക്കുക. അത് നമുക്കുമായി ബന്ധപ്പെട്ട്
ഇപ്പോൾ കുടുംബത്തിലെ ആധികാരികമായ വക്താവ് ഏകദേശം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ചായിരിക്കും ഈ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം പാർട്ടി പ്രഖ്യാപിക്കും. മൊയ്ലി തങ്ങൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്, ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. അതല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഞങ്ങൾ ഇവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ഇനി ഹൈദരലി ശിഹാബ് തങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കോ, ഞങ്ങളുടെ ചർച്ചകൾ എന്തായിരുന്നു, കുടുംബത്തിൻ്റെ വിശദീകരണം അദ്ദേഹത്തിന് ഇപ്പോൾ പറഞ്ഞു കൊടുത്തില്ല. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു ശാരീരിക അവസ്ഥയാണ്. അപ്പോൾ ഇത് രണ്ടും ഒക്കെ പറഞ്ഞു കൊടുത്തു മൂപ്പരെ ബോധ്യപ്പെട്ടതിന് ശേഷം മൂപ്പരെ തീരുമാനം പറയും. പാലക്കാട് കുടുംബത്തിൻ്റെ ഒരു രീതി അത് നിയന്ത്രണങ്ങൾക്ക് ശരിയായ രീതിയിലെല്ലാം താങ്കൾ പറഞ്ഞു. അത് നിയന്ത്രണങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? പാരമ്പര്യം അതെല്ലാം പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. ചന്ദ്രികയിൽ നടന്ന ഫണ്ട് കൈകാര്യം ചെയ്യുന്നതായി ബന്ധപ്പെട്ട് അക്കാര്യങ്ങൾ പരിശോധിച്ചു. ഏത് വിഷയമായിരുന്നു മൊയ്നലി തങ്ങൾ അവിടെ ആ പത്രസമ്മേളനം നടത്തിയത് ശരിയോ തെറ്റോ എന്നാണ് കുടുംബം വിലയിരുത്തിയത്. അത് തെറ്റായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ഒരു വിലയിരുത്തൽ. അത് മൊയ്നലിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വിഷയങ്ങളെ ചർച്ച ചെയ്തിട്ടില്ല. ചന്ദ്രികയിൽ എന്താണ് നടന്നത്? ചന്ദ്രികയിലെ അത് പാർട്ടി പലതവണ പറഞ്ഞതാണ്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഞാൻ ഇപ്പോഴത്തെ വിഷയം ഇതാണ്. മൊയ്നലി പാർട്ടിയുടെ കീഴ്വഴക്കം ലംഘിച്ചോ, കുടുംബത്തിന്റെ കീഴ്വഴക്കം ലംഘിച്ചോ ഇല്ലയോ എന്നാണ്. അത് ലംഘിച്ചു എന്ന് ഞങ്ങൾ ബോധ്യപ്പെട്ടു. മൊയ്നലിയും അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇ.ഡി. ചോദ്യം ചെയ്ത അടക്കമുള്ള വിഷയങ്ങൾ ലീഗിന്റെ യോഗത്തിൽ കോഴിക്കോട് നടന്ന യോഗത്തിന് ശേഷമാണ് പുറത്തേക്ക് വന്നത്. ആ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ അതേപടി പുറത്തേക്ക് എത്തിയിരുന്നു. അപ്പൊ അതൊരു അച്ചടക്ക ലംഘനമാണെന്ന് വിധത്തിൽ ചർച്ചകളുള്ളതാണ്. ഇതില് മീറ്റിംഗിലെ തീരുമാനം കൃത്യമായിട്ടുള്ള പറഞ്ഞു. മുസ്ലിം ലീഗ് വളരെ വൈബ്രന്റ് ആയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പല ചർച്ചകളും ചന്ദ്രികയെ സംബന്ധിച്ച് പല മാധ്യമങ്ങളിലും പല വാർത്തകൾ വരികയുണ്ടായി. ചന്ദ്രിക ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം അർത്ഥരഹിതമാണ്. ചന്ദ്രിക കൃത്യമായി ക്ലീൻ ഇമേജുള്ള ഒരു പത്രമാണ്. ഈ വിധത്തിൽ പത്രങ്ങളിൽ വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ ചോദിച്ചു ഇതിനെപ്പറ്റി ചർച്ച ചെയ്തത്. ചർച്ച ചെയ്ത് ഞങ്ങൾ പറഞ്ഞല്ലോ പല ഘട്ടങ്ങളിലും. ഇന്ന് മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും ഇത്തരം ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണെന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രികയെ അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, കള്ളപ്പണം വെളുപ്പിക്കുന്ന ജോലി മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവും ചെയ്തിട്ടില്ല. അതെല്ലാം ഒരു ക്രിയേഷനാണ്. ആ കാര്യം ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് ഇന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു, ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളിൽ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. മുസ്ലിം ലീഗ് ഒരു സജീവമായ കർമ്മ പരിപാടി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സംഘടനാ രംഗത്ത് വളരെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതികളെല്ലാം വിലയിരുത്തി തുടർന്ന് വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ്, സംഘടനാ പ്രവർത്തനത്തിലെ ശൈലിയിൽ വരുത്തേണ്ട മാറ്റം എന്താണ്, മറ്റ് മേഖലയിൽ വരുത്തേണ്ട മാറ്റം എന്താണെന്നതിനെ പറ്റി ഞങ്ങൾ ഇത് തുടർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നടത്തുകയായിരുന്നു. എൻ്റെ ഇടയിൽ ഈ പ്രശ്നങ്ങളെല്ലാം വന്നു പെട്ടത്. അത് ഉടനെ തന്നെ ആ യോഗം അതിന് ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. കർമ്മ പരിപാടി തയ്യാറാക്കാൻ. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായിട്ട് സംഭവ വികാസങ്ങൾ, ഇനിയുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് പോകാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി സംസ്ഥാനത്ത് അന്ന് ഒരു കമ്മിറ്റി എടുത്തിട്ട്, ഒരു 10 അംഗ കമ്മിറ്റി. ആ കമ്മിറ്റി ഉടനെ മീറ്റ് ചെയ്യുന്നതാണ്. ആ കമ്മിറ്റി മീറ്റ് ചെയ്തിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി വിളിക്കുന്നതാണ്. ആ വിളിക്കുന്ന വർക്കിംഗ് കമ്മിറ്റിയിലെ അപ്രൂവലോടുകൂടി ഈ സജീവമായിട്ട് കർമ്മ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ബാക്കി ഒരു കാര്യത്തിനും ഞങ്ങൾ നേരത്തെ തന്നെ വിശദീകരിച്ചതുകൊണ്ട് കൂടുതൽ ഇന്നത്തെ മീറ്റിംഗ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ ക്ലിയറാണ്. ഇല്ല, അത് നിങ്ങൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലീഗിൽ ഒരു വിഭാഗീയതയില്ല. ലീഗ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വൈബ്രൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വിവിധ യോഗങ്ങളിൽ ചർച്ചകളുണ്ടാകും. അത് ജനാധിപത്യത്തിൽ ആരോഗ്യപരമായ ഒരു പാർട്ടിയുടെ കരുത്താണ് കാണിക്കുന്നത്. ആ ചർച്ചകളിൽ ഇപ്പോൾ ഒരാളൊരു അഭിപ്രായം പറഞ്ഞു, വേറെ ആൾ വേറെ അഭിപ്രായം പറഞ്ഞാൽ അത് ലീഗിൽ ആശയക്കുഴപ്പം എന്നാണോ പറയേണ്ടത്?
ലീഗ് ആരോഗ്യപരമായി ചർച്ച നടത്തുന്നുവെന്നാണ്. അതല്ലാത്ത ഒരു വിഭാഗതയും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലില്ല. എന്നാൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വിഭാഗീയതയുണ്ടെന്ന് വരുത്താൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ ആസൂത്രിതമായി നടത്തുന്നുവെന്ന കാര്യം ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് സാധിക്കും. ഈ മൊയ്‌ലലി തങ്ങള് ഈ വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നു വന്നു, മോശമായ പരാമർശം നടത്തി, അത് തെറ്റാണെന്ന് കണ്ടെത്തി. അദ്ദേഹത്തിന് പുറകിൽ വേറെ ആരെങ്കിലും ഇതിന് അതൊന്നും ഞങ്ങൾ ചർച്ചയില്ല. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അറിയില്ല, തങ്ങൾ സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ടാണല്ലോ അദ്ദേഹത്തെ. ഇല്ല, അങ്ങനത്തെ ഒരു വിലയിരുത്തൽ ഞങ്ങൾ നടത്തിയിട്ടില്ല. അത്തരം ഒരു ചർച്ച ഞങ്ങൾ ഈ പറഞ്ഞതാണ് എൻ്റെ ഔക്കം. അതല്ലാത്ത ഒന്നും അതിലില്ല. എന്താണ് മുസ്ലിം ലീഗിന്റെ ആസ്ഥാനത്ത് കയറി പാണക്കാട് കുടുംബത്തിലെ ഒരാള് പരസ്യമായി തെറി വിളിച്ച് ലോകം മൊത്തം ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ കണ്ടതാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് അന്വേഷണ വിധേയമായി പോലും ഒരു നടപടി ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഈ കുടുംബത്തിന് ഇത്ര ഗൗരവത്തിലെ മുസ്ലിം ലീഗ് അങ്ങനെയല്ല, അതൊക്കെ നിങ്ങൾ ചെറുതായിട്ട് കാണുകയാണ്. അതായത് മുസ്ലിം ലീഗ് ഒരു കാരണം ഒരു സംഭവം നേരെ പിറ്റേന്ന് രാഷ്ട്രീയ പാർട്ടിയല്ലേ, അതിൽ ചർച്ച വേണമല്ലോ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ സമഗ്രമായിട്ട് ചർച്ച ചെയ്യുന്ന പാർട്ടിയാണ്. ഞങ്ങൾ വന്ന് ചർച്ച ചെയ്തു, തീരുമാനമെടുത്തു. ഇന്ന് രാവിലെ ജില്ലയില് ഒരു ആരോപണം നടപടി ഉണ്ടായാൽ ചില ശബ്ദ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടും, അത്തരത്തിലുള്ള ഭീഷണിയുടെ സ്വരത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഉന്നയിച്ചു. ലീഗിനെ സമ്മർദ്ദപ്പെടുത്തുകയാണോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം KT ജലീലിന്റെ ഒരു ഭീഷണി പേടിക്കുന്ന പാർട്ടിയൊന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെ ധാരണ വേണ്ട. മുസ്ലിം ലീഗിന്റെ മാർഗം വളരെ ക്ലിയറാണ്. എന്നാൽ മുസ്ലിം ലീഗിന്റെ മാർഗം വക്രീകരിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അവരെല്ലാം കഴിഞ്ഞ കാലത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ചില ആളുകൾ ആ ജോലി ഏറ്റെടുക്കുന്നു. അതൊന്നും ലീഗിന്റെ സൈഡിൽ ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. പാണക്കാട് കുടുംബത്തിന്റെ മേൽത്തിരിപ്പണിയൊന്നും ഞങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഈ ആശയക്കുഴപ്പം മുസ്ലിം ലീഗ് ഇപ്പോഴുള്ള പോലെ തന്നെ ഉണ്ടാവും. എന്താണ് അത് പറഞ്ഞല്ലോ. അതായത് ഞങ്ങൾ നടന്ന ചർച്ച, ആ ചർച്ചയുടെ തീരുമാനം പറഞ്ഞു. അന്തിമമായിട്ട് വന്യനായ ഹൈദരാബാദ് തീരുമാനിക്കുന്നു പറഞ്ഞാൽ ദാറ്റ് ഇസ് എൻഡ് ഓഫ് ഇറ്റ്. മുസ്ലിം ലീഗിന്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ 40 വർഷമായി ബിജുകുഞ്ഞാലി കുട്ടി സാഹിബാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് അതിന് വല്ല വസ്തുതയുണ്ടോ? ഒരു വസ്തുത, അതായത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, മറുപടി പറയാനുള്ള അവകാശം ഞങ്ങൾക്കാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദുരാരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എല്ലാ ദുരാരോപണങ്ങളും സ്വദേശി കഥകളെ പോലുള്ള കുറെ കഥകളുണ്ട്. ഇതെല്ലാം മറുപടി പറയേണ്ട ബാധ്യതയല്ലേ, ഇതെല്ലാം അവഗണിക്കേണ്ട കാര്യമാണ്. അല്ല, അത് ഞങ്ങൾ പറഞ്ഞല്ലോ, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. കുറേ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ഇന്ത്യയിലും മർദ്ദന ന്യൂനപക്ഷത്തിൻ്റെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ചിലരുടെ അജണ്ടയാണ്. ആ അജണ്ടയെ പറ്റി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ അജണ്ട ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിമർശനം നേരിടുന്നത്. ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി പലരും സഹായിക്കുന്നുണ്ട്, പരസ്പര സഹായത്തോടുകൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും മുസ്ലിം ലീഗിനെ പോലുള്ള ശക്തമായ ഒരു പാർട്ടിക്ക് ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. ആ അജണ്ടയുടെ ഭാഗമായി മുൻനിർത്തങ്ങൾ പെടുകയായിരുന്നു. അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞതാണ്. അല്ല, അതല്ല. ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയത കൊണ്ടാണോ ഈ പ്രവർത്തക സമിതി ഇനിയും വൈകുന്നത്? അതല്ല, അത് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കറിയാം, ഇത് വന്നു, പാർലമെന്റ് വന്നു, സെഷൻ നടക്കുകയായിരുന്നു. പാർലമെന്റ് സെഷൻ ഉണ്ട്, അസംബ്ലി സെഷൻ ഉണ്ട്. ഇപ്പോഴേ MLA-മാരൊക്കെ ഫ്രീ ആയി വന്നുള്ളൂ, MPമാരൊക്കെ ഫ്രീ ആയി വന്നുള്ളൂ. ഞങ്ങൾ അസുഖത്തിന് കൂടി വന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഷെഡ്യൂൾ പ്രകാരം ഇനി പോവുകയാണ് പറഞ്ഞല്ലോ. അതിന്റെ ഗൗരവത്തിലേ ബന്ധപ്പെട്ട പ്രസ്ഥാനമല്ലേ.